നമസ്കാരം. ഭസ്മധാരണ വിധി. ഇന്ന് ശിവരാത്രി ദിവസം തുടങ്ങി നമുക്ക് ഏവർക്കും ഭസ്മം ധരിക്കാം. ഈ ധാരണ വിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരു സംശയം വരും. അത് കാലാഗ്നി രുദ്രോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ, കാലാഗ്നി രുദ്രോപനിഷത്ത്, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭസ്മം എങ്ങനെ ധരിക്കണം. ഭസ്മാന്തം ശരീരം ഏവർക്കും അറിയാം. ഭസ്മം എങ്ങനെയാണ് ധരിക്കുക അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഏവർക്കും ലളിതമായ രീതിയിൽ ഒന്ന് പറയാമെന്ന് കരുതി. ഇതിൽ ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച്, ശ്രദ്ധയ്ക്കനുസരിച്ച്, അവരവരുടെ മനസ്സിൻ്റെ തലങ്ങൾക്കനുസരിച്ച് മന്ത്രാദികളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാം. ഇനി അതിലൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഭസ്മം ധരിക്കാം. ഭസ്മം എടുത്തിട്ട് നമഃശിവായ പഞ്ചാക്ഷരി ജപിച്ചിട്ട് ധരിക്കുക. ഇനി ആ വിധിയിലേക്ക് നമുക്ക് കടക്കാം. കുറച്ചു പേരെങ്കിലും താല്പര്യപ്പെടുമല്ലോ നന്നായിട്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് ആ വിധിപ്രകാരം ഭസ്മം ധരിക്കണം എന്നുള്ളത്. കാരണം ആ ഭസ്മധാരണത്തെ കാലാഗ്നി രുദ്രോപനിഷത്തിൽ വിവരിക്കുന്നു. ശാംഭവ വ്രതം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി ഭസ്മം കയ്യിലെടുക്കണം. അപ്പോൾ ഈ 5 വിരലും കൊണ്ട് നമുക്ക് ആ ഭസ്മത്തെ കയ്യിലെടുക്കുക. അപ്പം അതിൽ സദ്യോജാതാദി പഞ്ചബ്രഹ്മമന്ത്രൈഹി പരിഗൃഹ്യ എന്നുള്ളതാണ് പറയുന്നത്. എടുക്കുമ്പോൾ നാം ജപിക്കേണ്ട മന്ത്രമാണ് സദ്യോജാതം മുതലായ സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വൈ നമോ നമഃ എന്ന് തുടങ്ങുന്ന 5 മന്ത്രങ്ങൾ. അതേവർക്കും അറിയാം. തെറ്റായിട്ട് പഠിക്കരുത്. ആചാര്യന്റെ മുഖത്ത് നിന്ന് തന്നെ അത് ശ്രവിക്കണം. ഇപ്പൊ സദ്യോജാതം മുതൽക്ക് 5 മുഖങ്ങളുണ്ട്. ഏവർക്കും അറിയാം അത് ശിവന്റെ ആണ്. അപ്പോ ശിവസ്വരൂപമാണത്. സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വൈ നമോ നമഃ ഭവേ ഭവേനാതി ഭവേ ഭവസ്വമാം എന്ന് തുടങ്ങി പോകുന്നു. അപ്പൊ ആ 5 മന്ത്രങ്ങൾ കൊണ്ട് ഭസ്മത്തെ എടുക്കണം. എന്നിട്ട് അടുത്ത മന്ത്രമുണ്ട്. അഗ്നിരിതി ഭസ്മ, വായുരിതി ഭസ്മ, ജലമിതി ഭസ്മ, സ്ഥലമിതി ഭസ്മ, വ്യോമേതി ഭസ്മ എന്ന് പറയുന്നു. അപ്പൊ ഇത് പഞ്ചഭൂതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ്. ഒന്നുകൂടി ഇതുവരെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ 5 വിരലും കൊണ്ട് ഭസ്മത്തെ എടുക്കുന്നു. കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ തന്നെ പരിഗൃഹ്യ എന്ന് പറഞ്ഞു. സദ്യോജാതാദി എന്ന് പറഞ്ഞു. അപ്പൊ സദ്യോജാതം മുതൽക്കുള്ള 5 മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് കയ്യിലെടുത്ത ശേഷം അടുത്തതായിട്ട് 5 മന്ത്രങ്ങൾ കൂടിയുണ്ട്. അഗ്നിരിതി ഭസ്മ, വായുരിതി ഭസ്മ, ജലമിതി ഭസ്മ, സ്ഥലമിതി ഭസ്മ, വ്യോമേതി ഭസ്മ എന്ന് പറഞ്ഞിട്ട് അത് ഇടത്തെ കയ്യിൽ ഇങ്ങനെ വെക്കുക. സമുദ്ധൃത്യ എന്ന് പറയുന്നുണ്ട്. മാനസ്തോകേ ഇതി സമുദ്ധൃത്യ. അപ്പൊ മാനസ്തോകേ എന്ന് പറയുന്ന മന്ത്രം, മാനസ്തോകേ തന്നെ ഹേമാന ആയുഷി എന്ന് തുടങ്ങുന്ന രുദ്രത്തിലുള്ള, ശ്രീരുദ്രത്തിലുള്ള ഒരു മന്ത്രമാണ്. ആ മന്ത്രം കൊണ്ട് ഇതിനെ വീണ്ടും അഭിമന്ത്രിക്കുക. സമുദ്രത്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഭിമന്ത്രിക്കുക. അഭിമന്ത്രിച്ച ശേഷം അതിനെ സ്പർശിച്ചുകൊണ്ട് തന്നെ ആ മാനസ്തോകേ മന്ത്രം ജപിക്കുക എന്നർത്ഥം. അതിനുശേഷം മാനോ മഹാന്തമിതി ജലേന സംസൃജ്യ. അപ്പൊ മാനോ മഹാന്തം എന്ന മന്ത്രം കൊണ്ട് ജലം കൊണ്ട് അതിനെ കുഴയ്ക്കുക എന്നുള്ളതാണ്, മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മന്ത്രം? ജലം കൊണ്ട് കുഴയ്ക്കേണ്ടത്. ജലം ഒഴിച്ച ശേഷം ഇങ്ങനെ കുഴയ്ക്കണ്ടേ? അപ്പോൾ മാനോ മഹാന്തമതമാനോ അർഭകം എന്ന് തുടങ്ങുന്ന മന്ത്രം, അതും ശ്രീരുദ്രത്തിലേതാണ്. മാനോ മഹാന്തം എന്നുള്ള മന്ത്രം കൊണ്ട് ജലേന സംസൃജ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഭസ്മം ധരിക്കണം. എങ്ങനെയാണ് ധരിക്കേണ്ടത്? ത്രിയായുഷമിതി ശിരോ ലലാട വക്ഷ സ്കന്ധേഷു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ത്രിയായുഷം, ത്രയംബകാദി മന്ത്രങ്ങളെ കൊണ്ട് ആചാര്യപ്രണീതമാണ്. പൊതുവെ ഇന്ന് ത്രയംബകാദി മന്ത്രങ്ങൾ ഉണ്ട്. ത്രയംബകം ജപിക്കുന്നു, പഞ്ചാക്ഷരി ജപിക്കുന്നു, ഏതുമാവട്ടെ. ത്രയംബകം യജാമഹേ എവർക്കും അറിയാം. അപ്പോൾ ആ മന്ത്രം കൊണ്ട് നമ്മൾ ഭസ്മം ധരിക്കണം. അപ്പോൾ ഈ 3 വിരലാണ് ഉപയോഗിക്കേണ്ടത്. ഈ 3 വിരലാണ് ഏവർക്കും കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. മാറ്റി ഉപയോഗിക്കരുത്, ഇങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. ഈ 3 വിരലാണ് ഉപയോഗിക്കേണ്ടത്. ഈ 3 വിരൽ കൊണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം നമ്മൾ ഭസ്മം തൊടുകയാണ്. കർണാകർണം എന്ന് പ്രമാണമുണ്ട്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയാണ്.
ബാക്കി അവരവരുടെ യുക്തം പോലെയാണ്, വിധി പറഞ്ഞെന്നേ ഉള്ളൂ. അതിനുശേഷം സ്കന്ധം വക്ഷസ് എല്ലാം നമ്മൾ സന്ധിയിൽ ജോയിൻസിലൊക്കെ നമ്മൾ ഈ വിരൽ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നു. വലത് കൈയിൽ അതുപോലെ ഇടത്തെ കൈയിലെ 3 വിരൽ ഉപയോഗിച്ചുകൊണ്ട് നാം ഇവിടെയും ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, ഇതൊക്കെ ഇവർക്കും അറിയാം, റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മന്ത്രത്തിനാണ് ഇവിടെ പ്രാധാന്യം. അതൊന്ന് ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അങ്ങനെ ഇത് ഭസ്മം ധരിക്കുന്നു. എന്നിട്ട് നമ്മൾ കൈ കഴുകുന്നു. ത്രയംബകാദി മന്ത്രങ്ങൾ ഇതൊന്നും വശമില്ല എങ്കിൽ സർവദാ പഞ്ചാക്ഷരി നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാ പ്രക്രിയയും ചെയ്യാം. അപ്പൊ നമഃശിവായ 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 എന്ന് പറഞ്ഞുകൊണ്ട് നാം ഭസ്മത്തെ എടുക്കുന്നു. അതിൽ തന്നെ നമ്മൾ കയ്യിൽ വെക്കുന്നു. കുറച്ചു നേരം പഞ്ചാക്ഷരി ജപിക്കണമെങ്കിൽ ജപിക്കാം. ജലം കൊണ്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്, കുഴയ്ക്കുകയാണ്. അതിനുശേഷം നമഃശിവായ നമഃശിവായ ജപിച്ചുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടും ഭസ്മധാരണം ചെയ്യാവുന്നതാണ്. അതിനുശേഷം പടിപടിയായിട്ട് നമുക്ക് ഓരോ മന്ത്രങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ച് അതുപോലെ തന്നെ ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇത് തെറ്റിപ്പോകുമോ, അത് തെറ്റുമോ, ഇത് ഇങ്ങനെ വരുമോ, അത് അങ്ങനെ ദോഷമുണ്ടാകുമോ എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളെല്ലാവരും തന്നെ ഓടാൻ പഠിക്കുന്നത് ആദ്യം ഒന്ന് കമിഴ്ന്ന് ഇരുന്ന് എവിടെയെങ്കിലും പിടിച്ച് നിന്നുകൊണ്ട് പിന്നെ കുറച്ച് നടന്നുകൊണ്ട് പിന്നീടാണ് നാം ഓടാൻ ശീലിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രക്രിയയും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, വീണ്ടും വീണ്ടും അത് നമുക്ക് ശരി ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ ഈ ശരി ചെയ്യുന്ന ഈ കാലയളവിൽ ദോഷമുണ്ട് എന്ന് ചിന്തിക്കരുത്. നമുക്കൊരു ഹാബിറ്റാണ് വേണ്ടത്, ശീലമാണ് വേണ്ടത്. നമുക്ക് ശീലമില്ല. അപ്പോൾ ഭസ്മധാരണം നിർബന്ധമായും എന്നും ചെയ്യണം. അറ്റ്ലീസ്റ്റ് വളരെ കുറഞ്ഞ പക്ഷം സന്ധ്യാസമയത്ത് വൈകിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ എല്ലാവരും ഭസ്മധാരണം ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. ഇതിനെ ശാംഭവ വ്രതം എന്ന് പറയുന്നു. ഇന്ന് മഹാശിവരാത്രി ദിവസം ഇത് നമുക്ക് തുടങ്ങാം, ഒരുമിച്ച് തുടങ്ങാം. സനാതന ധർമ്മം എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ശാസ്ത്രങ്ങളുടെ ഒരു കലവറയാണ്. ഭസ്മാന്തം ശരീരം, ഭസ്മമാകാൻ പോകുകയാണ് ശരീരം എന്ന തോന്നൽ എപ്പോഴും ഉണ്ടായാൽ അഹങ്കാരാദി ലോഭ മോഹാദികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. നമുക്ക് ഏവർക്കും ഒരുമിച്ച് ആ ചിന്തയിലേക്ക് ചലിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.